നോർമൽ എന്താണ്, ക്ലോസപ്പ് എന്താണ്, പാനിങ് എന്താണ്, ടിൽറ്റിംഗ് എന്താണ്, ഇത്രയും തന്നെ പഠിച്ചിട്ടില്ലേ? ഈ സംഗതി പുസ്തകത്തിനകത്ത് എവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇത് ടീച്ചർമാരെ പഠിക്കാറുണ്ട് നിങ്ങള്. ആഴ്ചയുടെ അകവും പുറവും എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ നിങ്ങളുടെ മലയാള പുസ്തകം അറിയില്ല. മലയാള പുസ്തകം എടുത്ത് കാഴ്ചയുടെ അകവും പുറവും അതിനകത്ത് സിനിമയുടെ സാങ്കേതിക പദങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളതാണ്. കാഴ്ചയുടെ അകവും പുറവും. കാഴ്ചയുടെ അകവും പുറവും അതിനകത്ത് നമ്മൾ വരുമ്പോൾ വാർത്താവിസ്തരങ്ങൾ ഡോക്യുമെന്റ് പഠനത്തിലേക്ക് ആവശ്യമായ തിരക്കഥ തയ്യാറാക്കുന്നതിന് അഭിമുഖങ്ങൾ നിർമ്മാണം ലഭിച്ച വിവരങ്ങൾ വീട്ടിൽ ആവിഷ്കരിക്കുന്നു. മാധ്യമങ്ങൾക്ക് ആവശ്യമായ വാർത്താ റിപ്പോർട്ടുകൾ മുതലായ രചന നിർവഹിക്കുന്നത്. ചലച്ചിത്രങ്ങൾ, ഡോക്യുമെന്റുകൾ എന്നിവ ആസ്വദിക്കാനും സാങ്കേതിക സവിശേഷതകൾ എന്നിവ കണ്ടെത്തി നിരൂപണ ആസ്വാദനക്കുറിപ്പ് മുതലായവ തയ്യാറാക്കുന്നതിന്. ചർച്ചകളിൽ സംവാദങ്ങളിൽ പങ്കെടുത്ത അഭിപ്രായ പ്രകടനം നടത്തുന്നതിനും വ്യത്യസ്ത നിരീക്ഷണങ്ങൾ വിലയിരുത്തുന്നതിനും ചോദ്യാവലികൾ, സർവേ ഫോറം എന്നിവ തയ്യാറാക്കി സർവേകൾ നടത്തി വിവരങ്ങൾ ക്രോഡീകരിച്ച് റിപ്പോർട്ടുകൾ, പ്രബന്ധങ്ങൾ മുതലായവ രൂപപ്പെടുത്തുന്നതിനും. ദൃശ്യമാധ്യമങ്ങളുടെ വിവിധ അംശങ്ങൾ, ഭാഷ, വിനിമയം ചെയ്യുന്ന സംസ്കാരവും മൂല്യങ്ങളും സങ്കേതങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നിരൂപണം തയ്യാറാക്കുന്നതിനും ചർച്ചകളിൽ സ്വന്തം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കലും ഏഴാമത്തത് മാത്രമേ ഉള്ളൂ നമുക്ക് വരുന്നത്. മറ്റേതൊക്കെ നാം എവിടെയെങ്കിലും സിനിമ എന്ന് പറഞ്ഞ ടെക്നോളജി പഠിക്കണമെന്നോ, സിനിമ എല്ലാം ഡോക്യുമെന്ററി ഉണ്ടാക്കുന്നതിന്, സിനിമ ഉണ്ടാക്കുന്നതിന്, പർട്ടിയത്ര ഉണ്ടാക്കുന്നതിന് പറഞ്ഞല്ലേ പോലെ അതിനാണോ സിനിമ പഠിക്കുന്നത്? സ്ക്രിപ്റ്റ് എല്ലാം പഠിക്കുന്നതിനാണോ? സ്ക്രിപ്റ്റ് എന്തിനാ? ഇതെല്ലാം നിങ്ങളുടെ ഫ്യൂച്ചറാണ്. നിങ്ങൾ നാളെ എന്തിന് അപ്പൊ അവിടെ പോകണമെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലേ? അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന വൈരാഗ്യത്തിൽ നിന്ന് ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഗോസപ്പ് എന്ന് പറഞ്ഞ ഷോട്ടിലേക്ക് പോയി നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് നാളെ നിങ്ങളെ തന്നെ കാണിക്കുന്നത് തിരക്കഥ എഴുതി പഠിക്കാൻ എവിടെയെങ്കിലും പറഞ്ഞോ? തിരക്കഥ പഠിക്കുന്നത് ഈ രീതിയിലാണെങ്കിൽ അത് എത്ര നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് പ്രയോജനപ്പെടും, നിങ്ങളുടെ തൊഴിലിന് പ്രയോജനപ്പെടില്ലേ? മറ്റേതുമുള്ള തൊഴിലിന് മാത്രം പ്രയോജനപ്പെടുന്നില്ല. എല്ലാവരും ഈ തൊഴിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും സിനിമ ഉണ്ടാക്കി, ഇയാൾ സിനിമ ഉണ്ടാക്കി, ഇയാൾ സിനിമ ഉണ്ടാക്കി, ഇയാൾ ഈ സിനിമ ആരാണ് കാണുമായിരുന്നു. എല്ലാരെ കൊണ്ടും പറ്റില്ല, പറ്റുമോ? പക്ഷെ എല്ലാരെ കൊണ്ടും മറ്റേ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ലേ? മൊത്തം എല്ലാരെ കൊണ്ട് ജീവിതത്തിന്റെ സിനിമ ഉണ്ടാക്കാം അല്ലേ? ഇന്നത്തെ സ്റ്റുഡന്റിൽ നിന്ന് നാളത്തെ പ്രൊഫഷനിലേക്ക് എത്തുന്ന ആ സിനിമ നിങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അതിന്റെ കിഴക്കല്ലെങ്കിൽ കറക്റ്റായിട്ട് നല്ലൊരു സാധനം ഇന്റേണലി ആ സിനിമ ആവത്തില്ല. നിങ്ങൾ കറക്റ്റ് പ്രൊഫഷണൽ നിങ്ങൾ വിചാരിക്കുന്നത്